നാസറേ ചാറ്റ് പ്ലീസ് നീലാണ് ഇതാണോ വേണോടാ നീ അങ്ങോട്ട് വരണ്ട അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം എനിക്കിടിക്കാനാ ഒറ്റക്കൊറ്റക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലടിയാ ഇതല്ലേ ഇക്ക പറ ഇതൊരു വല്ലാത്ത ഹലാക്കിൽ ഔലിം കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല, അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്കുറപ്പ് മുക്രിക്ക് മറന്നതാ. ഇതിൽ ഭായിമാർ ഇടപെടണ്ട. നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞ. ഞങ്ങൾ ഇസ്മായിൽ ഖാൻ ആൾക്കാരാ. ഏടാ വേടോ ഭായിയുടെ ചെവിട്ടി പോയി പറഞ്ഞാ മതി. എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനെ നാസർ കെട്ടും, അത് കട്ടായം. നിനക്ക് ആ പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ? ഇത് വെച്ച് 10,000-ഓളം കാക്കൊന്നും എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി. കണ്ടോ ശരിക്കും കാക്കയ്ക്ക് വല്ലതും കൊണ്ടിട്ടുണ്ടാ? സത്യം പറയട്ടെ, എനിക്കിനി പിടിച്ചെടുക്കാൻ പറ്റൂല. അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോന്നൊരു സംശയം. തങ്ങളെ ഒരു വക ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ. അപ്പോഴാണ് ബായിയെ പോലെ ഒരാൾ നടന്നു പോണു. ഞാൻ പുറകെ പോയി. ബായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ. ഇത് പറഞ്ഞാലൊരു ബായും കോയി. എന്താണ് സുബൈറെ? അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുള്ളൂ. മുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു തരുമോ? എന്റെ പൊന്നു സുബൈറെ, ചരടില്ലാത്ത കളസിട്ട് നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. നീ ചെല്ല്, പിന്നെ പാടാ. എന്താ ചെയ്യണ്ടേ? ഇതെന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത്. പോത്തിറച്ചിയാണെങ്കിൽ സത്യം പറയായിരുന്നു, ആട്ടിറച്ചിനെ കൊണ്ട് താങ്ങൂലടോ. പടച്ചോണ്ട് പൊറക്കേക്കൂലേ ഈ ഹമുക്കാണെന്നാല്. അതുകൊണ്ടല്ലടാ പാത്തിയെ കെട്ടിയാ പിന്നെ അവനെ തല്ലണ ശരിയല്ല. ഇപ്പൊ കൊടുത്താ പ്രശ്നം തീ. എടാ നീ വയ്യാതെ എന്നിട്ട് ഓടിക്കോട്ടാ. നാണക്കെടൊന്നും വിചാരിക്കണ്ട, ഞാനല്ലേ ഉള്ളൂ. കബീറെ, നിന്നെ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പൊ മുജി പറയണേ. ആ കള്ള പോർക്ക് ഇവിടെ വന്ന് ഏൽപ്പിച്ചെടുപ്പല്ലാന്നോ? അവന്റെ കൊടലേ അടുക്കും. പിന്നെ കബീറെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടിയിറച്ചി ഉണ്ടെന്ന് മുജി പറഞ്ഞപ്പോഴാ. പട്ടി അവന്റെ ചെരുപ്പ് വന്നോണേ. ഇവിടെ ചുമകളോ അസർക്കാ മോനോട് മാറുന്നോളാൻ പറയും. ടിൻഡോ മാറുന്നോളൂ. പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കല്ലേ. വെറുതെ സമയം കളണ്. തൊപ്പി വാ